Watch full episodes on Jio Hotstar. അമ്മാവ ഞങ്ങളോ ഇവിടെ കുടുങ്ങിപ്പോയി. പക്ഷെ നിങ്ങൾ എന്തിനാ ഇവരുടെ അടിമകളായി നിൽക്കുന്നത്? ഓടി രക്ഷപ്പെട്ടുകൂടെ? എന്റെ മകൻ മാർജിൻ മർദീനയുടെ അച്ഛനുമാണ്. മാർട്ടീന മർദീനയുടെ അമ്മയാണ്. അവർ ഷാർക്കാലയുടെ നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ മന്ത്രവാദി ഷാർക്കോനി ഷാർക്കാളിനെ പ്രലോഭിപ്പിച്ചു സമസ്ത സമുദ്രങ്ങളുടെയും രാജാവാക്കാമെന്ന് പറഞ്ഞു. എന്റെ മകനെയും അവന്റെ ഭാര്യയെയും ഓരോന്ന് പറഞ്ഞ് ചതിച്ചു. മത്സ്യകന്യകളെ അടിമകളാക്കി തുരങ്ക നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഇതെല്ലാം ആ മന്ത്രവാദി ഷാർക്കോനിയുടെ ചതിപ്രയോഗമായിരുന്നു. അക്കടി പക്കടി മാന്ത്രിക വടിയേ, ആലോചിക്ക് ബോസ്, ആലോചിക്ക്. നമ്മുടെ എല്ലാ സമുദ്രങ്ങളെയും ഒരു തുരങ്കം വഴി ബന്ധിപ്പിച്ചാൽ നമുക്കൊരു സമുദ്രത്തിൽ നിന്ന് മറ്റൊരു സമുദ്രത്തിലേക്ക് വളരെ എളുപ്പം പോകാനാവും. അങ്ങനെയാണ് മനുഷ്യർ ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തിലേക്ക് പോകുന്നത്. പിന്നെ അങ്ങ് ഈ ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളുടെയും രാജാവായി മാറും. അങ്ങ് വിശ്വസാഗരങ്ങളുടെ ചക്രവർത്തി. ആലോചിക്ക് ബോസ്, ആലോചിക്ക്. അങ്ങയെ ആർക്കും തടയാനാവില്ല. കാരണം അങ്ങയോടൊപ്പമുണ്ട് എന്റെ മാന്ത്രിക വടി. അക്കടി ബക്കടി മാന്ത്രിക വടി. മഹാരാജാവേ, പക്ഷേ തുരങ്കമുണ്ടാക്കുന്നത് ആരാണ്? മത്സ്യകന്യകമാർ ഉണ്ടാക്കും ബോസ്. എനിക്കറിയാം മാർജിൻ ഇക്കാര്യത്തിൽ അങ്ങേക്കെതിരായി നിൽക്കും. പക്ഷെ ഞാൻ അതെല്ലാം നോക്കിക്കോളാം ബോസ്. പക്ഷെ അവന്റെ വാൾ അതറിയാം. അവന്റെ വാളിനും നല്ല ശക്തിയുള്ളതാണ്. എന്റെ മാന്ത്രിക വടിയേക്കാൾ ശക്തിയുള്ളതാണെന്ന്. പക്ഷേ ഞാൻ എന്റെ ബുദ്ധി കൂർമ്മത കൊണ്ട് അവനെ തോൽപ്പിക്കും. കാരണം ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഞാൻ ഈ സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ബോസാവുന്നത് തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. നിനക്കും പറ്റില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ നിനക്കതിന് ഒരിക്കലും സാധിക്കില്ല. മാർജിൻ ഷാർക്കോനിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഞങ്ങൾ മാർജിനെ രക്ഷിക്കാം. നിങ്ങൾ എന്റെ അമ്മയെയും അച്ഛനെയും രക്ഷിക്കോ? താങ്ക്സ്, വളരെയധികം നന്ദിയുണ്ട്. കരയണ്ട മർദീന, കരയണ്ട. കരഞ്ഞിരുന്ന ദിവസങ്ങളൊക്കെ ഇനി തീർന്നു. ഇനി ഈ കണ്ണീന്ന് കണ്ണീര് വരുവാണെങ്കിൽ അത് സന്തോഷം കൊണ്ട് മാത്രമായിരിക്കണം. ഇതെന്റെ മകൻ മാർജിന്റെ വാളാണ്. ഇതിലൊരു മന്ത്രവാദവും ഫലിക്കില്ല. ഇതിലൊന്ന് അമർത്തിയാൽ നല്ല ശക്തിയുള്ള കിരണങ്ങൾ പ്രസരിക്കും. അതിന് കല്ലിനെ പോലും പിളർക്കാൻ കഴിയും. ഇതെന്റെ മകനെ എത്തിച്ചു കൊടുക്കൂ. പിന്നെ ആ മന്ത്രവാദിക്ക് എന്റെ മകനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അമ്മാവ. അല്ല, നിനക്കൊരു വാള് പൊക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങോട്ട് താ, ഞാൻ എടുക്കാം.
നിന്നെ നിന്റെ യജമാനന്റെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. പൊക്കോളൂ ഇവരുടെ കൂടെ. മോട്ടു, ഇതാ പിടിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവനെ ഉയർത്താൻ കഴിയും. പൊളിച്ചടത്തല്ലോ, അല്ലെങ്കിൽ നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. മോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാണല്ലോ. മോട്ടുപത്ലു ചെയ്യുന്നത് വളരെ ശരിയാണ്. ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. എന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. നിങ്ങൾ എല്ലാവരും പോവല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ വരുവോ ചങ്കേ? ഓ ഓഹോ ഓഹോ. ഇത് കൊള്ളാലോ. ഈ പാറ ഭയങ്കര ഇൻഫ്ലേമബിളാ. വെള്ളത്തിനകത്ത് വരെ കത്തി നിൽക്കും. ഇതെടുത്ത് ഉരച്ചു നോക്ക്, ഇത് നന്നായി കത്തിക്കോളും. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട് മോട്ടു. അമ്മാവൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് മന്ത്രം ചൊല്ലണമെന്നും ഇല്ലെങ്കിൽ ഒന്നും കാണില്ലെന്നും. അതുകൊണ്ട് ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുക. അക്കടി ബക്കടി, ഞങ്ങളുടെ കൺമുമ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും തെളിഞ്ഞു വരട്ടെ. ഓ കൊള്ളാലോ, ഇത് CPOയുടെ പൂന്തോട്ടമാ. പക്ഷെ CPO ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ഇരിക്കാറില്ലല്ലോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. പൊളിച്ചടത്തല്ലോ, എനിക്ക് പേടിയായിട്ട് വയ്യ. Why fear when Chingam is here? The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. മദീനയുടെ അച്ഛനമ്മയും ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മനസ്സിലാവുന്നില്ലല്ലോ, ഈ ചിങ്കം കരയുവാണോ അല്ല മലയാളത്തിലെ പറയുവാണോ? മതി, എന്നെ കടിക്കല്ലേ, നിർത്ത്. സമുദ്രത്തിന്റെ ഭാഷയിൽ ഞാൻ നിന്നോട് പറയാണ്. മതി, എന്നെ കടിച്ചത് നിർത്ത്. മത്സ്യകന്യകളുടെ രാജാക്കളായ മാർജിനും മറീനയും ആ ചെടിക്കുള്ളിലാവും ഉണ്ടാവുക. എല്ലാവരും അവരുടെ കയ്യിലുള്ള പന്തം മുറുക്കെ പിടിച്ചോ. എന്നിട്ട് അതിന്റെ തീ കാണിച്ച് CPOയെ ദൂരേക്ക് ഓടിക്കാം. എന്നിട്ട് വേഗം നമുക്ക് ആ ചെടിയുടെ അടുത്തേക്ക് എത്താം. കൊള്ളാം, നല്ല ഐഡിയ തന്നെ. എല്ലാവരും വരും. മമ്മി, എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോണേ. ഇനി മോട്ടുവിനെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. ഇന്ന് ഈ ലോകം മുഴുവനും അറിയും ഈ ശലാക്കയുടെ കയ്യിൽ നിന്ന് അവന്റെ ഇരയെ ആർക്കും തട്ടിയെടുക്കാനാവില്ലെന്ന്. നീ ഇവിടെ എത്തിയോ? ഇനിയെങ്കിലും നിനക്ക് എന്നെ വിട്ടൂടെ? എനിക്കിവിടെ ഒരുപാട് ജോലിയുള്ളതാ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. മോട്ടു, എന്റെ രോഗികളാണ് സത്യം. ഇനി ഞാൻ മേലാൽ ഈ സമുദ്രത്തിലേക്ക് വരില്ല. ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്റെ ദൈവമേ. മമ്മി, രക്ഷിക്കണേ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ അമ്മോ, അമ്മച്ചി, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഈ കടൽ വെള്ളത്തിന്റെ ഉപ്പാണ് സത്യം, രാജാറാണിയാണ് സത്യം. സ്റ്റോപ്പ്. നോ. വിടൂ, എന്റെ കൂട്ടുകാരെയൊക്കെ വിടാന് പറഞ്ഞത്. മോട്ടു, ആ വാളെടുത്ത് ഉപയോഗിക്ക്. ഇതുങ്ങൾക്ക് ഷാർക്കുകളെ പേടിയില്ല. എന്നെ രക്ഷിക്ക് മോട്ടു.
മോട്ടു, മോട്ടു, ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ നീ എന്റെ ജീവൻ രക്ഷിച്ചു. നീ വളരെ നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. ഇനി ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് മാർജിനെ പോയി രക്ഷിക്കാം. ഇത് കൊള്ളാലോ. ഓ, ഇതിനെ ഇനി എങ്ങനെയാ തുറക്കുക? പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. അക്കടി മക്കടി അടഞ്ഞ ചെടിയെ നീയൊന്ന് വേഗം തുറക്ക്, എത്രയും പെട്ടെന്ന് തുറക്ക്. സാറേ, ഇന്ന് വാങ്ങിച്ചോളൂ. നിങ്ങളുടെ ഈ വാള് തരാൻ വന്നതാണ് ഞങ്ങൾ. ഓ, അപ്പൊ നിങ്ങളാണോ മോട്ടു പത്ലു? പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായത്? ഞങ്ങൾക്ക് വെള്ളത്തിൽ കൂടെ വരുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ കഴിയും. ഞങ്ങള് ജയിലിലാണെങ്കിലും എല്ലാം കേൾക്കാൻ കഴിയും. മോട്ടു പത്ലു, നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഷാർക്കോണിൽ നിന്നും ഞങ്ങളുടെ ആളുകളെ എനിക്ക് രക്ഷിക്കണം. നിങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. മോട്ടു പത്ലു, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്റെ മന്ത്രം ഉപയോഗിച്ച് ഇവരെ രക്ഷിക്കാമെന്നോ? അത് വെറും സ്വപ്നം മാത്രമായിരിക്കും. അർജുൻ, ഞാൻ മന്ത്രവാദികളുടെ മന്ത്രവാദി ഷാർക്കോനിയാണ്. നീ ഷാർക്കോനിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികതയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയോ? അച്ഛോ, എന്നെ വിട്. അർജുൻ, വാൾ എനിക്ക് തരൂ, എന്നിട്ട് തിരിച്ച് നിന്റെ ജയിലിലേക്ക് പോകൂ. ഇല്ലെങ്കിൽ മർദീന എന്റെ കയ്യിലിരുന്ന് ഇഞ്ചിഞ്ചായി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ചെല്ല ചെല്ല, തിരിച്ച് ജയിലിലേക്ക് ചെല്ല. അമ്മേ, അച്ഛാ, ആ! ഞാൻ എന്റെ മകൾക്ക് വേണ്ടി എന്റെ ആളുകളെ ബലിയർപ്പിക്കാൻ തയ്യാറല്ല. നമുക്ക് യുദ്ധം ചെയ്യാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, മർദീന. വാള് വലിച്ചെറിയൂ, അല്ലെങ്കിൽ ഈ വിശന്നു വലഞ്ഞു നടക്കുന്ന ഷാർക്കുകൾ ഇതിനെ തിന്നുകളയും. അച്ഛാ!
ഒന്ന് നിർത്ത്. നമുക്ക് യുദ്ധം ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ആദ്യം മർദീനയെ രക്ഷിക്കാൻ നോക്ക്. പോ, ഇവിടുന്ന് ദൂരേക്ക് പോ. തക്കിഷാർ ഹാലിന്റെ കയ്യിലേക്ക് പോ. ഇനി മർദ്ദിനെ വിടൂ. ഷാർക്കോണി, നീ നിർത്ത്. നീ ചെയ്തു കൂട്ടുന്നതിനെല്ലാം നീ അനുഭവിക്കും. നീ ഇതെല്ലാം ഓർത്ത് ഒരു ദിവസം പശ്ചാത്തപിക്കും. ചെയ്തു കൂട്ടുന്നതിനെല്ലാം അനുഭവിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഇടയിൽ മാത്രമുള്ളതാണ്. ഇത് സമുദ്രലോകമാണ്. ഇവിടെ വലിയ മീനുകൾ ചെറിയ മീനുകളെ തിന്നും. ഇവിടെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. കള്ളം പറയരുത്. സമുദ്രത്തിൽ അതിനെവിടുന്ന നിയമങ്ങളൊക്കെ? നല്ലൊരു തമാശയായിരുന്നു, പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമായില്ല. നിങ്ങൾ ഷാർക്കാലിന്റെ വാക്കുകളെ ധിക്കരിച്ച് ദേശദ്രോഹം ചെയ്തിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഇതെവിടെ എത്തിയിരിക്കുന്നേ? ഇവിടെ ഒരുപാട് കാഴ്ചക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എന്തോ ഉത്സവമാണ് കേട്ടോ. പക്ഷെ ഇവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഒരു കടകളും കാണുന്നില്ലല്ലോ. പൊളിക്കടുത്തല്ലോ. എന്റെ മോട്ടു, നിനക്ക് ഈ സമയത്ത് വിശപ്പാണോ? എന്റെ വിശപ്പൊക്കെ അപ്പോഴേ പോയി. Smile, please. കൂട്ടുകാരെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഷാർക്കാലിന്റെ ജന്മദിനത്തിൽ ചില ദേശദ്രോഹികൾ ഒക്ടോപാഡിനോടൊപ്പം യുദ്ധം ചെയ്യേണ്ടതാണ്. ഇത്തവണ ദേശദ്രോഹികളായിരിക്കുന്നത് മോട്ടുവും പത്ലുവും പിന്നെ അവരുടെ കൂട്ടുകാരുമാണ്. ഒക്ടോപാഡിനു വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കൂ. ഒരു മിനിറ്റ്. നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് പിറന്നാൾ ദിവസങ്ങളിൽ തടവുകാരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് യുദ്ധം ചെയ്യാറുള്ളത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ യുദ്ധവും നടത്തില്ല. ശരി മേഡം, പക്ഷെ ഇങ്ങനൊരു നിയമം കൂടിയുണ്ട്. ആരെങ്കിലും ഒക്ടോപാഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവരെ എന്നേക്കുമായി സ്വതന്ത്രരാക്കുന്നതാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.